മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ ജീവൻ നഷ്ടമായ 268 പേർ അന്ത്യവിശ്രമം കൊള്ളുന്നത് ഇവിടെയാണ്. പുത്തുമലയിലെ ഈ ശ്മശാന ഭൂമിക്ക് ഹൃദയഭൂമി എന്നാണ് ഈ നാട്ടുകാർ പേരിട്ടിരിക്കുന്നത്. കാരണം ഈ നാടിൻ്റെ ഹൃദയം ഇവിടെ തന്നെയാണ് തുടിക്കുന്നത്. നമുക്കിവിടെ കാണാൻ കഴിയും. പലരുടെയും മൃതദേഹങ്ങൾ അടക്കിയതിൻ്റെ പേരുകളൊക്കെ ഇവിടെ കൊത്തിവെച്ചത് കാണാം. ഇവിടെ മുഹമ്മദ് അലിയും ഹരിയും വീരാനും അതുപോലെ തന്നെ ഷീബയും നിവേദും ധ്യാനും ഒക്കെ അടുത്തടുത്ത് തന്നെ അന്ത്യവിശ്രമം കൊള്ളുകയാണ്. ഇവിടെ ജാതിയില്ല, മതമില്ല, ഒരു ഭേദവുമില്ല. അതിനൊപ്പം തന്നെ തിരിച്ചറിയാത്ത പലരുടെയും മൃതദേഹാവശിഷ്ടങ്ങൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയും. ഇതാരുടേതാണെന്നറിയില്ല, പക്ഷേ അവരുടെ പരിശോധനാ ഫലത്തിന് വേണ്ടി കാത്തിരിക്കുന്ന, അല്ലെങ്കിൽ അന്ന് പരിശോധനാ ഫലത്തിനായി എടുത്ത സാമ്പിളിൻ്റെ നമ്പറാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത്തരത്തിൽ ഇവിടെ നമുക്ക് പല പേരില്ലാത്ത പല കുടീരങ്ങളും കാണാൻ കഴിയും. പലരും അന്ത്യാഞ്ജലി അർപ്പിക്കാനായിട്ട് ഇവിടെ എത്തിച്ചേരുന്നുണ്ട്. നമുക്കിതാ ഇവിടെ പൂക്കളർപ്പിച്ച് മടങ്ങുന്ന കാഴ്ചകൾ പലരുടെയും പ്രിയപ്പെട്ടവരുടെ ഓർമ്മകൾക്ക് മുമ്പിൽ അവസാനമായി അവർക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കുന്നതിൻ്റെ, അല്ലെങ്കിൽ ആ ഓർമ്മയ്ക്ക് മുൻപിൽ അവരുടെ പ്രാർത്ഥനകൾ അർപ്പിക്കുന്നതിൻ്റെ കാഴ്ചകളൊക്കെ നമുക്കിവിടെ കാണാം. അത്രമാത്രം ഹൃദയഭേദകമാണ് ഈ ഒരു മണ്ണിലെ കാഴ്ചകളൊക്കെ. ചേട്ടൻ്റെ ആരാടാ? അത് അനിയൻ. കാണാൻ കഴിഞ്ഞ അവസാനമായിട്ട് അനിയൻ്റെ 8ാമത്തെ ദിവസം കിട്ടിയത്. തിരിച്ചറിയാൻ പറ്റിയില്ല. പിന്നെ DNA വന്നത്. അമ്മേൻ്റെ അത് DNA വന്നത്. ചേട്ടൻ ആ സമയത്ത് ഇവിടെ ഇല്ല, ഞാൻ അമ്മേൻ്റെ തറവാട്ടിലായിരുന്നു. ആ സമയത്ത് വീട്ടിലുണ്ടായിരുന്നില്ല. വരാറുണ്ടോ എപ്പോഴും? ഇടയ്ക്ക് വരാറുണ്ട്. കൂടുതലൊന്നും ചോദിക്കാനില്ല, കാരണം അത്രമാത്രം ഹൃദയം വളരുന്ന വേദനകളാണ് എല്ലാവർക്കും പങ്കുവെക്കാനുള്ളത്. നമുക്ക് ഇവിടെ ഒരു ചെറിയ കല്ലറയിലെ കാഴ്ച കൂടി കാണിക്കാം. 3 സഹോദരന്മാർ അന്ത്യവിശ്രമം കൊള്ളുന്നത് ഇവിടെയാണ്. നിവേദും ധ്യാനും ഇഷാനും. മേപ്പാടി ചുരൽമലയിൽ അനീഷിൻ്റെ മക്കളാണിവർ. അവരുടെ കല്ലറയ്ക്ക് മുകളിലിതാ കളിപ്പാട്ടങ്ങളൊക്കെ അടുക്കി വെച്ചത് കാണാൻ കഴിയും. അവർക്ക് പ്രിയപ്പെട്ട കളിപ്പാട്ടങ്ങളാകാം, അവരുടേതായ പേനയാകാം, അതേപോലെ അവർക്ക് പ്രിയപ്പെട്ട മിഠായി ആവാം. അതൊക്കെ എടുത്തു വച്ചിരിക്കുകയാണ് അവരുടെ കല്ലറയ്ക്ക് മുകളിൽ. ഇത്തരത്തിൽ നമ്മളെയൊക്കെ കണ്ണീരണിയിപ്പിക്കുന്ന കാഴ്ചകളാണ് ഒരു വർഷത്തിന് ഇപ്പുറവും ചൂരൽമലയിൽ നിന്ന്, അല്ലെങ്കിൽ ചൂരൽമലയുടെ ഹൃദയം സ്പന്ദിക്കുന്ന ഈ പുത്തുമലയിലെ ഭൂമിയിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെ ഇനിയും ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്നാണ് ജില്ലാ പഞ്ചായത്തും അതുപോലെ MLA ഒക്കെ പറയുന്നത്. അവിടെ DNA ടെസ്റ്റിലൂടെ ഐഡൻറ്റിഫൈ ചെയ്യപ്പെട്ട് ഓരോ കുടുംബം പല സമയത്ത് അവിടെ വരുമ്പോൾ അവരാ കുഴിമാടത്തിൻ്റെ മേലെ കമിഴ്ന്ന് കിടന്ന് കരയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഈ ഭൂമി വല്ലാത്തൊരു വേദനയുടെ അംശമാണ്. എന്തുകൊണ്ട് ഹൃദയഭൂമി എന്ന പേര് വെച്ചു എന്നതിന് അതിൽ പരം, അല്ലെങ്കിൽ അതിനപ്പുറം ചേരുന്ന മറ്റൊരു പേര് ഈ നാടിനില്ല എന്ന് തന്നെയാണ് എല്ലാവരും ഒരുപോലെ പറയുന്നത്. പൊതു ശ്മശാനം എന്നതിനേക്കാൾ അപ്പുറം ഹൃദയഭൂമി എന്നുള്ളൊരു പേര് എല്ലാവരോടും കൂടി ആലോചിച്ച് കൊടുത്താണ്. അപ്പോൾ അവരുടെ ആളുകളുടെ, നമ്മളിൽ നിന്നില്ല മരണപ്പെട്ടു പോയ എല്ലാ ആളുകളുടെയും ഫോട്ടോസ് എല്ലാം നമ്മൾ സംഘടിപ്പിച്ചു. അത് അവിടെ വയ്ക്കും. കുറച്ച് കാലങ്ങൾ കഴിയുമ്പോൾ ഇതൊരു ചരിത്രത്തിൻ്റെ ഭാഗമാണ്. ഇവിടെയാണ് സർവമത പ്രാർത്ഥനയും മറ്റ് ചടങ്ങുകളൊക്കെ തന്നെ ഒരുക്കിയിട്ടുള്ളത്. അതിനുശേഷം ഓരോ കല്ലറകളിലെത്തി അവർ അന്ത്യാഞ്ജലി അർപ്പിക്കും. അതിനൊപ്പം തന്നെ ആരുടേതെന്ന് തിരിച്ചറിയാത്ത ഒട്ടേറെ അവശേഷിപ്പുകളും ഇവിടെയുണ്ട്. അവിടെയെല്ലാം മറ്റുള്ളവർക്കൊപ്പം തന്നെ ഓർമ്മകൾക്ക് മുൻപിൽ അവരുടെയും ആദരമർപ്പിക്കും. അത്തരത്തിലൊരു നാടൊന്നാകെ ഇവിടെ ഉറങ്ങിക്കിടക്കുകയാണ്, നിദ്രയിലാണ്. അത് ഈ നാടിൻ്റെ വേദനയാണ്. അതുപോലെ തന്നെ നാളെകൾ ഓർക്കേണ്ട ഒരു ദുരന്തത്തിൻ്റെ ശേഷിപ്പാണ് പുത്തുമലയിലെ ഈ ഹൃദയഭൂമി. അഖിലോട്ടുപാറയ്ക്കൊപ്പം CV അനുമോദ്, News 18.